കൊടുത്ത് നടത്തി. ഇപ്പം ഈ വലിയ സാമ്പത്തിക നഷ്ടമൊക്കെ വന്നപ്പോഴത്തേക്ക് വീട്ടിൽ നിന്നുള്ള ഒരു പറയുമ്പം കള്ളത്തരം വേണ്ട ഒരു വീടും വസ്തു വെക്കേണ്ടി വന്നു. അച്ഛനും അമ്മയും ഭാര്യയൊക്കെ സഹായിച്ചോണ്ട് ജീവിച്ചു, അല്ലെങ്കിൽ നേരത്തെ ആത്മഹത്യ വന്നല്ലേ. തന്നിട്ടുള്ളവരും എനിക്ക് ഞാൻ ഇപ്പോഴും കൊടുക്കാനുള്ളതുണ്ട്, ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. അവരൊന്നും എന്നെ ശല്യപ്പെട്ടിട്ടില്ല. ഇന്ത്യയിലുള്ളപ്പം നീ കൊണ്ടുവന്നാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ശരി. അപ്പൊ നമ്മളെ അറിയാവുന്നവര് നമ്മുടെ ആ ഒരു എന്നെ സഹായിച്ച ഒത്തിരി ഉണ്ട്, ഞാൻ ഒരിക്കലും പറയുന്നില്ല. നമ്മളെ സഹായിച്ചിട്ടുള്ളവരും കടക്കാരും നമ്മളെ സഹായിച്ചിട്ടില്ല. അതിനകത്ത് ചിലര് വന്ന വീട്ടിലേക്ക് അന്ന് ഇപ്പോഴല്ല വർഷം ഉണ്ടാക്കിയോണ്ട് അപ്പൊ പിന്നെ നോക്കിയില്ല, വീണ്ടും വസ്തു വിൽക്കുക എന്നുള്ള ഒറ്റ മാർഗ്ഗമാണ് വിറ്റ് കൊടുക്കുന്നത് നമ്മൾ. ഒരു ദിവസം നമുക്ക് നമസ്കാരം. പിന്നെ എന്നെ വെള്ളക്കിളിന്ന് വിളിക്കും. പിന്നെ നമ്മളെ സ്വന്തം പേര് കുറച്ച് പ്രശ്നമില്ലല്ലോ. അന്ന് ഇച്ചിരി വെളുത്ത് സുന്ദരനായിരുന്നു, ക്ലീൻ പണിയുമ്പോഴേ അപ്പൊ കറുത്തു പോയി. ഇന്നലെ ഇട്ട പേരാ. അങ്ങനെ കൊറോണ സമയത്ത് തുടങ്ങിയത്. 3 വർഷമായില്ലേ, 2019 അവസാനം. വണ്ടി പ്രസ്ഥാനം തന്നെ. പിന്നെ നമുക്ക് സൗകര്യമുണ്ട് പ്രോഗ്രാമിന്റെ. ഇത് രണ്ടും എന്തോ പ്രോഗ്രാം ചെയ്യുന്നത്? കോമഡി ഷോയുടെ സൗകര്യമുണ്ട്. കോമഡി ആണ് എന്ന് പറയും. ഞാൻ ഇപ്പം വലുതായിട്ടൊന്നും ചെയ്യുന്നില്ല. സമിതിയുണ്ട്, എല്ലാമാണ്. ഇപ്പോഴും സമിതിയൊക്കെ ഉണ്ട്. ഇപ്പോഴുണ്ട്. ഇപ്പം എന്റെ സമിതി സാധനം എല്ലാം വാടകയ്ക്ക് കൊടുത്തിട്ട് ഇനി അടുത്ത വർഷം നമ്മൾ ചെയ്യുന്നുണ്ട്. ഇത്രയധികം ബസ്സുകളും കാര്യങ്ങളൊക്കെ ഉള്ള ചേട്ടൻ എങ്ങനെയാണ് ഈ ഫീൽഡിലേക്ക്? ഇത്രയധികം വേറൊരു ചാനലിൽ പറയുകയാണെങ്കിൽ 50 ദിവസം ഞാൻ ഒരുമിച്ചെടുത്ത് വിട്ടിട്ടില്ല. 50 എനിക്കെടുത്ത് കച്ചവടം. ഒരു ചോദിച്ചു 50 ദിവസമൊക്കെ 9 ദിവസം എടുത്താൽ പറ്റും. ഞാൻ ആരായിരുന്നു എടുത്ത് 50 അല്ല 10 കൂടുതൽ വണ്ടി എടുത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ 1, 2, 3, 4 വണ്ടി ഒരുമിച്ച് വരും. ക്ലീനറായിരുന്നു. ഞാൻ ക്ലീനറായിരുന്നു. ക്ലീനറായി ഡ്രൈവറായി, അങ്ങനെ 2005 മുതലാളിയായി. അത് ശരി. ബസ് മിനി ബസ് തൊട്ട് അങ്ങോട്ട് തുടങ്ങി. അപ്പൊ അന്ന് 20 സീറ്റ് 30 സീറ്റ് പിന്നെ അങ്ങോട്ട് ടൂറിസ്റ്റ് ബസ്സുകളായിരുന്നോ? ടൂറിസ്റ്റ്. പിന്നെ ചേട്ടന്റെ ജീവിതത്തിൽ എന്താ സംഭവിച്ചത്? കൊറോണ വന്നപ്പോഴും നമ്മളെ വണ്ടിയിൽ അവിടെ കിടക്കില്ലേ. പിന്നെ നമുക്ക് വണ്ടിയോടെ സമിതി ഒന്നും പോകുന്നില്ല. എല്ലാം ഓരോ കണക്ക് നിശ്ചലമായല്ലോ. പിന്നെ വണ്ടി കൊടുക്കുക എന്നുള്ളത്, കൈതിയുള്ള വണ്ടി കൊടുത്ത് പൈസ മേടിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ. അപ്പൊ അത് കൊടുക്കുമ്പോൾ പകുതി പൈസ കൊടുക്കേണ്ടി വന്നു. പിന്നെ ഇത് ഞാൻ നോക്കിയാൽ കുഴപ്പമില്ല. ഇതുമായിട്ടൊക്കെ മുമ്പോട്ട് പോവുകയായി. ലക്ഷക്കണക്കിന് രൂപ ബാധ്യത ഉണ്ടായത് മൂലം അതൊക്കെ ഇപ്പോഴും ഉണ്ട്, നടന്നുകൊണ്ടിരിക്കില്ല. ഇനി ഇത് ചെയ്തോണോ തീർക്കായി. അത് ശരി. അപ്പൊ അന്ന് ഈ വണ്ടി പ്രസ്ഥാനത്തിൽ ഉണ്ടായ നഷ്ടം നമ്മൾ ഈ ഊണ് കച്ചവടത്തിൽ വേണം തീർക്കാൻ. ഊണും ചെറിയ കാറ്ററിംഗും ഉണ്ട്, അതുമായിട്ട് മുമ്പോട്ട് കുറച്ച് തീർക്കാന്ന് വെച്ച് കാറ്ററിംഗ് നടക്കുന്നുണ്ടല്ലേ? അത്യാവശ്യം ദൈവം സഹായിച്ചു കുഴപ്പമില്ല. ഇപ്പൊ ശരാശരി ഇവിടെ ഒരു എത്ര ഊണൊക്കെ പോകുന്നുണ്ട്? ഇപ്പൊ ഞാൻ 50 എണ്ണത്തിനകത്തൊക്കെ ഇപ്പൊ കൊണ്ടുവരുന്നു. സമയം പിന്നെ ഈ ചൂടടിക്കുമ്പോൾ ഇച്ചിരി ഞാനും കുറേ അല്ലെ, ഭയങ്കരമായിട്ട് വെയിലുണ്ട് ഇവിടെ. അത് ശരി. ഇവിടെ ഭയങ്കര നിങ്ങളവിടെ നിൽക്കുമ്പോൾ നല്ല ചൂടാ. കാടിന്റെ ഈ ഒരു ചൂടത്ത് നിൽക്കുക എന്ന് പറയുന്നത് തന്നെ കഷ്ടപ്പാടാ. ആരാ നമ്മളെ സഹായിക്കുന്നവരാ? വീട്ടിൽ വൈഫുണ്ട്, അച്ഛനുണ്ട്, 2 മക്കളും, അമ്മയുണ്ട്. വീട് എവിടെയാ? പേരും ഓട്ടപ്പുറത്ത്. ഇവിടുന്ന് 2 കിലോമീറ്റർ. ഈ കാറ്ററിംഗ് വർക്ക് നമ്മൾ എല്ലാ ടൈപ്പുള്ള എല്ലാം ചെയ്യുന്നുണ്ട്. വലിയ ഹെവി സെറ്റപ്പ് അല്ല, എന്നാലും നമ്മൾ ചെറിയ സെറ്റപ്പ് ചെയ്തു. നമ്മളൊരു വണ്ടി, എന്റെ ഒരു കൊച്ചു വണ്ടി, അത് കൊടുത്ത് സാധനമൊക്കെ മേടിച്ച് ആ വണ്ടിയെ കൊടുത്ത് നമ്മുടെ വീട്ടിൽ തന്നെയാണോ ഇതിന്റെ പാചകവും കാര്യങ്ങളും? നമ്മളെ വീട്ടിൽ തന്നെ. അത് ശരി. നമ്മുടെ പ്രേക്ഷകർക്കെങ്കിലും പിന്നെ ഒരു കാറ്ററിംഗിന്റെ വർക്കൊക്കെ ഉണ്ടോ ചെയ്ത് കൊടുക്കുമോ? അതിനെന്തോ നമ്മളെ ഈ വർക്കല്ല, നമുക്ക് ചെയ്ത് കൊടുത്താൽ തീർച്ചയായിട്ടും ചെയ്ത് കൊടുക്കും അല്ലേ? അല്ല, എന്റെ ബസ്സിന്റെ പേര് മാധവൻ എന്നായിരുന്നു. മാധവൻ തന്നെ നമ്മള് ഇത്ര ചെയ്യാം. നമ്മുടെ ബസ്സിന്റെ ഒക്കെ പേര് മാധവൻ വൈറ്റ് വേണം. 2 ഇപ്പൊ വണ്ടികളുണ്ടോ? ഇപ്പൊ ചെറിയ വണ്ടിയുണ്ട്, അതൊരു പ്രോഗ്രാം ഓർഡർ കൊടുത്തിരിക്കുക. വാടക വിട്ടിരിക്കുക 2 എണ്ണം. 2 മിനി വണ്ടി ഉണ്ട്, 2 ഞാൻ 2 പേർക്ക് വാടക കൊടുത്തിരിക്കുക. വണ്ടി പറഞ്ഞ 50 അധികം കൂടുതലൊക്കെ എടുത്ത് കച്ചവടം ചെയ്തിട്ടുണ്ട്. ബിസിനസ് നമ്മള് ഒരു കാലത്ത് ലക്ഷക്കണക്കിന് രൂപ ബിസിനസ് അതിലുപരി അതൊരു മോഹമല്ല. നമുക്കൊരു വണ്ടി കാണുന്നത് ഇഷ്ടപ്പെട്ട അപ്പോഴേ അതിനെ തൂക്കിക്കൊണ്ട് വരുവാന്നുള്ളായിരുന്നു. വണ്ടി എടുക്കുമായിരുന്നു ആ ഒരു സമയത്ത്. എങ്ങനെ വണ്ടി കച്ചവടം നടന്നാണോ? നല്ല കളിയുടെ കൊള്ളാം. വലിയ ലാഭം കിട്ടില്ലെങ്കിലും നമുക്ക് അത്യാവശ്യം നമ്മളെ കാര്യമാണ് പോകും. മാന്യമായിട്ട് ലാഭം കിട്ടുന്ന അതിപ്പോ നമ്മൾ കൊടുക്കില്ല, ബിസിനസ് അല്ലേ. ചിലപ്പോൾ അതിന് നഷ്ടമില്ലാവും, വണ്ടിയിൽ നിന്ന് നഷ്ടമില്ലാവും വരുമല്ലോ. നമ്മുടെ ഈ ഒരു പൊതിക്കകത്ത് എന്തൊക്കെയാണ്? ഇതിപ്പം നമ്മൾ ഇന്നത്തെ പൊതിക്കകത്ത് ചമ്മന്തി, കപ്പ, തോരൻ, അച്ചാറ്, പൊരിച്ച മീൻ, പിന്നെ മീൻകറി, ഇന്ന് പച്ചമോര്, സാമ്പാർ, പിന്നെ വാഴയിലെ പൊതിഞ്ഞ് വെച്ചിരിക്കുക. അല്ല പേപ്പറല്ല, പക്ക വാഴയില. വീട്ടിൽ നമ്മൾ അവിടെ അയ്യത്തെല്ലാം പോയി വെട്ടിയെടുത്ത് എല്ലാം കൊണ്ടുവരുന്നത്. അത് 70 രൂപയുള്ളൂ. അത്രയുള്ള അത്രയുള്ള ഈ 70 ചിലപ്പോൾ 60 രൂപയ്ക്ക് വരുന്നവരെ കാണും, അപ്പം കൊടുക്കും. ഇപ്പൊ വന്നപ്പോ എന്നെ ചില്ലറയില്ല, ചിലപ്പോ ചില അവരേനും കാണത്തില്ല, കൊണ്ടുപോയിക്കോളാൻ പറയും. ഫുഡല്ലേ, അത് കഴിക്കട്ടെ. ഈ ബസ് പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ട സുഹൃത്തുക്കളാണ് കൂടുതൽ വാങ്ങുന്നതല്ലേ? അവരും ഉണ്ട്, എല്ലാവരും ഉണ്ട്. പിന്നെ നമ്മളവിടെ നിൽക്കുമ്പോൾ അവന്മാർക്കൊരു അവിടെ നിൽക്കില്ല, അമ്മ ഇവിടെ നിൽക്കില്ല, അന്നേരം വന്ന് മേടിച്ചോണ്ട് പോകും.
അപ്പൊ നമ്മൾ വന്നപ്പോൾ തന്നെ കുറെ വണ്ടിക്കാർ വരുന്നുണ്ട്. അതിന് ഈ ലൊക്കേഷനിൽ തന്നെ നമ്മൾ സ്ഥിരമായിട്ട് നിൽക്കുന്നത്. ഞാനിവിടെ തന്നെ ഇരിക്കുന്നത്. ഞാൻ ഈ തുടങ്ങി വന്നോട്ട് ഇവിടെ തന്നെ. ഈ ലൊക്കേഷൻ കറക്റ്റ് ഉള്ള BS കൊട്ടിയം ES രാവിലെ എപ്പോൾ തുടങ്ങും പരിപാടി? ഒരു 5:30 ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും. എന്നാലും ഇതെല്ലാം പൊടിയുന്നൊരു ചടങ്ങല്ലേ, ഇത്രയും വെള്ളം ഒഴിച്ച് കെട്ടിക്കുന്നത്. അതെന്താ നമ്മുടെ പഴയ കഴിവൊക്കെ ഒന്ന് പൊടിചട്ടി എടുത്തൊരു പഴയ എന്തായാലും ആ പണി ഞാൻ സമിതിയുടെ പേര് എന്റെ വേണാട് മില്ലാക്സും വൈറ്റ് ബേർ എന്ന് പറയുന്ന 2 സമിതി. അത് ചേട്ടനായിരുന്നു. അത് 2 എന്റെ സമിതി തന്നെ. ഈ നെൽസൺ ഷൂറിനൊക്കെ വെച്ച് കളിച്ച് അത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ, ഞാൻ അറിയത്തില്ലായിരുന്നു. അപ്പൊ അത് നിങ്ങൾ ആ കൊട്ടാരക്കരയും പത്തനംതിട്ട അങ്ങോട്ട് ആ ഭാഗത്തൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള അത് അതിന്റെ ഓണർ ചേട്ടനായിരുന്നു അല്ലേ? അത് ശരി. ഇപ്പം പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നുണ്ടോ? അല്ല, ഞാൻ ഈ അടുത്ത വർഷം തൊട്ടൊന്നും ഞാൻ അന്ന് തൊട്ട് ഞാൻ എല്ലാം നിർത്തിച്ചിരിക്കുക. എങ്ങനെ ഈ വണ്ടി ഞാൻ വളരെ വലുതായിട്ട് പോകുന്നില്ല, ചെറിയ വണ്ടികൾ ഇത് ബാക്കി സമിതിയും നമ്മുടെ സുഹൃത്ത് അങ്ങനെയൊക്കെ വളരെ പറയല്ലേ. ഇതിപ്പോ വെളിയിൽ ഇറങ്ങാൻ പറ്റുന്ന അവസ്ഥയൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു ജീവിതത്തിൽ. കളത്രമൊന്നും കാര്യമൊന്നുമില്ല. അത് ശരി. അങ്ങനെ സാമ്പത്തികം വളരെ പലിശക്കൊക്കെ എടുക്കുമ്പം ഒരു മാസം പോകുമ്പോൾ വലിയ സമയമൊന്നും വേണ്ടല്ലേ. അത് ശരിയാ. അപ്പൊ അങ്ങനെയൊക്കെ ഒരു സമയത്ത് നമ്മള് ചെറുതായിട്ടൊക്കെ വീട് വസ്തു വിട്ടോളം പറയും. നമുക്ക് പണം നൽകിയവരാരെങ്കിലും നമ്മളെ ശല്യപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ ചെയ്തു. അല്ല, എന്നെ സഹായിച്ചിട്ടുള്ളത് ഇപ്പോഴും. അത് നമ്മളിപ്പോ എനിക്ക് പലിശക്ക് നമ്മൾ ഈ പൊതി അല്ലാതെ ഔട്ട്സൈഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അതെന്തൊക്കെയാണ്? അല്ല, അതിപ്പം നിങ്ങൾ ചെയ്യുന്നതാണ്. ഇപ്പൊ നിങ്ങൾ സദ്യ പറയണമെങ്കിൽ അതിന്റെ എത്ര 7 കൂട്ടം തോടുകറി, അതിന്റെ 4 ഒഴുപ്പ് പായസം, അതെല്ലാം നിങ്ങൾ പറയുന്നതൊക്കെ. ബിരിയാണിയാണെങ്കിൽ അങ്ങനെ, ഇപ്പൊ ചിക്കനോ മട്ടനോ ബീഫോ അത് പറയുന്നതൊക്കെ നമ്മൾ ചെയ്യും. അതൊക്കെ കസ്റ്റമർ അല്ല, അത് നമ്മള് അതിന് അവരിപ്പം നിങ്ങൾ പറയാം, നിങ്ങളിപ്പോ 200 ചെയ്യുന്നുണ്ടോ? എല്ലാം ചെയ്യും. 10 ഇപ്പം അമ്പലത്തിലെ അന്നദാനത്തിന്റെ വർക്കൊക്കെ അങ്ങനെയുള്ള ചെറിയ പണിയൊക്കെ ചെയ്തു പോകുന്നു. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഈ ചേട്ടൻ്റെ ഒരു വിശേഷങ്ങൾ. ഒരുപാട് ഈ കൊറോണ സമയത്ത് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിയല്ലേ? ഇത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ പിന്നെ പിള്ളേരെ പഠിപ്പിക്കണം. പിന്നെ ഈ വണ്ടിയുടെ ടാക്സ് ഞാൻ പറയും, ഒരു വണ്ടിക്ക് ഞാൻ ഇവിടെ എഴുതി കൊടുക്കാൻ പറഞ്ഞു. അതിന് ഞാൻ 3 ലക്ഷം ടാക്സ് അടച്ചു.